രജിബ്കാന്ത് പറഞ്ഞപ്പോൾ ഈ ഗൾഫ് മേഖലയിൽ ഇപ്പൊ ഈ യുദ്ധമൊക്കെ ഒരുപാട് ഇപ്പോൾ താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു, അങ്ങനെ ഒരു അവസ്ഥ. പണ്ടൊക്കെ കഴിഞ്ഞ 10 വർഷം നേരത്തെ ഉള്ള ഭരണകൂടം ഈ ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്നവർക്ക് സഹായം ചെയ്യുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് പിന്നീട് വിമർശനങ്ങൾക്ക് വകവെച്ചു. ഇനിയിപ്പോ ഈ സർക്കാർ അത് പ്രതീക്ഷിക്കാം. അല്ല, തീർച്ചയായിട്ടും നമ്മളൊരു വളരെ കമ്മിറ്റഡ് ആയ ഒരു ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് ഒരുപാട് സ്കീമുകളും പരിപാടികളും ഉണ്ട്. ഗവൺമെന്റ് വളരെ ഗൗരവമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണെങ്കിൽ വളരെ വിഷനറി ആയിട്ടുള്ള ഒരു ലീഡറാണ്. അപ്പോൾ ആ നിലക്കൊക്കെ തന്നെ നമ്മൾ എക്സ്പാട്രിയേറ്റ്സ് ആയിട്ടുള്ള ആളുകളുടെ തിരിച്ചുവരവിന് അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതെല്ലാം അതിനൊക്കെ ഗുണഫലം 5 കൊല്ലം പെരിന്തൽമണ്ണ ഒരു ഗവൺമെന്റിന്റെ ഗുണഫലം അനുഭവിക്കാൻ പോവാം. ഉറപ്പാണ്. തീർച്ചയായും. അതുപോലെ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ജനറൽ ആശുപത്രി, ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്ന ബൈപ്പാസ്, പിന്നെ നഗരത്തിലെ സൗന്ദര്യവൽക്കരണം, പിന്നെ ട്രാഫിക് ജംഗ്ഷൻ പരിഷ്കരണം, പട്ടാമ്പി റോഡ്, എല്ലാം പടിപടിയായിട്ട് നമുക്ക് ഒന്നും ഒരു വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞ പോലെ ഒറ്റക്ക് ഒരു പെട്ടെന്നൊരു സാധനം പ്രത്യക്ഷപ്പെടില്ല. പക്ഷെ നമുക്ക് ഇതൊക്കെ പടിപടിയായി നമുക്ക് അതിനെ ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യും. അതിനൊക്കെ പരിഹാരങ്ങളുണ്ടാവും. താങ്കൾ ഹാർഡ് വർക്ക് ചെയ്യും, ഈ നാടിനൊപ്പം ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുത്തു. ആ ജനങ്ങൾ ആ 38 നിന്ന് 32,000 അപ്പുറത്തേക്ക് ഭൂരിപക്ഷം എന്നത് അവരുടെ ഒരു വലിയ പ്രതീക്ഷ കൂടിയാണ്. അല്ല, ആ പ്രതീക്ഷ ഒരിക്കലും സ്ഥാനത്താവില്ല. കാരണം കഴിഞ്ഞ തവണ നിയമസഭയിൽ എത്തിച്ച ജനങ്ങളോടുള്ള എന്റെ കടപ്പാട് ഞാൻ എത്ര നിർവഹിച്ചോ അതിന്റെ 1000 മടങ്ങാണ് എനിക്ക് ഇനി കടപ്പാടുള്ളത്. അത് ഞാൻ നിർവഹിക്കും. ഇപ്പോ മുഖ്യമന്ത്രി വെള്ളക്കാരനിലേക്ക് മാറിയ പോലെ പ്രിയപ്പെട്ട രജിബ്കാന്ത് MLA വെളുത്ത കാറിലേക്ക് മാറിയെന്ന് തമാശക്ക് ഇവിടെയുള്ള പലരും ഇങ്ങനെ പറയും. ഇതെന്റെ വീട്ടിലുള്ള പഴയ വണ്ടിയാണ്. 2 വർഷം മുമ്പ് എടുത്ത നേരത്തെ മുഖ്യമന്ത്രി കറുത്ത കാറിലായിരുന്നു. അപ്പൊ കറുത്ത കാറായിരുന്നു. ഇപ്പോ മുഖ്യമന്ത്രി വെളുത്ത കാറായി. അപ്പൊ വെളുത്ത കാറിലേക്ക് മാറിയതാണോ? അല്ല, എന്റെ വീട്ടിലെ പഴയ വണ്ടി എടുത്തേ ഉള്ളൂ. ഓക്കെ, ഏതായാലും ശരി. അപ്പോൾ മികച്ച രീതിയിൽ ഇനി പെരിന്തൽമണ്ണക്കാർക്ക് പ്രതീക്ഷിക്കാം. എല്ലാം എത്രയും പെട്ടെന്ന് ഓരോ പടിപടിയായിട്ട് പൂർത്തീകരിക്കുമെന്ന് MLA ഉറപ്പ് നൽകുന്നുണ്ട്. ജബ്ബാർ വയനാട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.